ജയിലിൽ കഴിയുന്ന പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രിയും പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് അധ്യക്ഷനുമായ ഇമ്രാൻഖാന്റെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള അനിശ്ചിതത്വങ്ങളും ആശങ്കകളും വീണ്ടും അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയാവുകയാണ്. 73കാരനായ ഇമ്രാൻഖാൻ ജയിലിൽ വെച്ച് മരിച്ചിരിക്കാമെന്ന അമേരിക്കയിൽ താമസിക്കുന്ന മുതിർന്ന പാകിസ്ഥാനി മാധ്യമപ്രവർത്തകൻ വജാഹത്ത് സയ്യിദ് ഖാന്റെ വെളിപ്പെടുത്തലാണ് പുതിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടത്. 3 മുതിർന്ന പാക് സൈനിക ഉദ്യോഗസ്ഥർ തന്നോട് ഇക്കാര്യം പറഞ്ഞതായി ഒരു അഭിമുഖത്തിൽ ഇയാൾ അവകാശപ്പെട്ടു. എന്നാൽ ഈ വിവരം സ്വതന്ത്രമായി സ്ഥിരീകരിക്കാൻ തനിക്ക് സാധിച്ചിട്ടില്ലെന്നും അനൌദ്യോഗിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. വജാഹത്ത് സയ്യിദിന്റെ ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകനായ അഭിജിത്ത് മജുംദാർ അടക്കമുള്ളവർ ഇമ്രാൻഖാനെ തടവിൽ കൊലപ്പെടുത്തിയതാണോ എന്ന ചോദ്യമുന്നയിച്ച് എക്സിലൂടെ രംഗത്തെത്തിയിരുന്നു. വിവിധ കേസുകളിൽപ്പെട്ട് 2023 മുതൽ റാവൽപിണ്ടിയിലെ അഡിയാല ജയിലിൽ തടവിൽ കഴിയുകയാണ് ഇമ്രാൻഖാൻ. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കോ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കോ അദ്ദേഹത്തെ കാണാൻ അനുവാദം നൽകുന്നില്ലെന്ന് PTI നിരന്തരം പരാതിപ്പെടുന്നുണ്ട്. കണ്ണിന് കാഴ്ച സംബന്ധമായ വിഷയം ഉൾപ്പെടെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഇമ്രാൻഖാന് ആവശ്യമായ ചികിത്സ ജയിൽ അധികൃതർ നിഷേധിക്കുകയാണെന്നാണ് പ്രധാന ആരോപണം. ഓഗസ്റ്റ് 11 അദ്ദേഹത്തെ സന്ദർശിക്കാൻ എത്തിയ കുടുംബാംഗങ്ങൾക്കും പാർട്ടി സഹപ്രവർത്തകർക്കും ജയിൽ അധികൃതർ അനുമതി നിഷേധിച്ചിരുന്നു. ഇതോടെയാണ് അദ്ദേഹത്തിന്റെ ജീവന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന തരത്തിലുള്ള ഊഹാപോഹങ്ങളും ആശങ്കകളും ശക്തമായത്. സർക്കാരിന്റെയും ജയിൽ അധികൃതരുടെയും ഈ നിലപാടിനെതിരെ PTI നേതൃത്വം കടുത്ത പ്രതിഷേധത്തിലാണ്. ഇമ്രാൻഖാനെ കാണാൻ കുടുംബാംഗങ്ങളെയും പാർട്ടി നേതാക്കളെയും അനുവദിച്ചില്ലെങ്കിൽ വമ്പിച്ച പ്രക്ഷോഭത്തിലേക്ക് കടക്കുമെന്ന് ഖൈബർ പഖ്തൂൺഖ മുഖ്യമന്ത്രിയും PTI നേതാവുമായ സൊഹൈൽ അഫ്രീദി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സെപ്റ്റംബർ 27 ഇസ്ലാമാബാദിലേക്ക് ശക്തമായ ലോങ് മാർച്ച് സംഘടിപ്പിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. 20 ലക്ഷത്തിലധികം ആളുകൾ തെരുവിലിറങ്ങാൻ തയ്യാറായി നിൽക്കുകയാണെന്നും ജനരോഷം നിയന്ത്രിക്കാൻ കഴിയാത്ത ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയേക്കാമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇമ്രാൻഖാന്റെ ദീർഘകാലമായുള്ള തടവുമാറ്റവും ആരോഗ്യനില സംബന്ധിച്ച ആശങ്കകളും പാകിസ്ഥാൻ സർക്കാരിനെ വൻ അന്താരാഷ്ട്ര സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. ഇമ്രാൻഖാന്റെയും ഭാര്യ ബുഷ്ര ബീവിയുടെയും തടവറയിലെ നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് 13 അംഗ US നിയമനിർമ്മാതാക്കളുടെ സംഘം US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയ്ക്കും കത്തയച്ചു. ഖാന്റെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള വാർത്തകളിൽ വലിയ ആശങ്കയുണ്ടെന്നും വിഷയം പാകിസ്ഥാനുമായി സംസാരിക്കണം എന്നുമാണ് കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജയിലിനുള്ളിൽ നിന്നുള്ള കൃത്യമായ വിവരങ്ങൾ പുറത്തുവരാത്തത് പാകിസ്ഥാനിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ കൂടുതൽ വഷളാക്കുകയാണ്. ഇമ്രാൻഖാന്റെ തടവറയും അതിനു ചുറ്റും ദുരൂഹത സൃഷ്ടിക്കുന്ന പാക് സർക്കാരിന്റെ നിലപാടുകളും രാജ്യത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ സ്ഫോടനാത്മകമായ സാഹചര്യത്തിലേക്കാണ് തള്ളിയിട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെക്കുറിച്ചും ജീവനെക്കുറിച്ചുമുള്ള സംശയങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ ഭരണകൂടവും സൈന്യവും തയ്യാറാകാത്തത് ഈ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. അന്താരാഷ്ട്ര തലത്തിൽ നിന്നുള്ള കടുത്ത സമ്മർദ്ദവും തങ്ങളുടെ പ്രിയ നേതാവിന് എന്തോ അപായം സംഭവിച്ചെന്ന ഭയത്തിൽ അണിനിരക്കുന്ന ദശലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളുടെ രോഷവും അതിജീവിക്കുക പാക് സർക്കാർ അത്ര എളുപ്പമാകില്ല. സൊഹൈൽ അഫ്രീദിയുടെ മുന്നറിയിപ്പ് പോലെ ഇസ്ലാമാബാദിലേക്ക് നീളുന്ന പ്രതിഷേധ പ്രക്ഷോഭങ്ങൾ പാകിസ്ഥാനിൽ വൻ രാഷ്ട്രീയ അട്ടിമറികൾക്കും അസ്ഥിരതയ്ക്കും വഴി തുറന്നേക്കാം.